വിൻസി അലോഷ്യസിന്റെ പരാതിക്ക് പിന്നാലെ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വീണ്ടും ഒരു പുതുമുഖ നടി പരാതിയുമായി രംഗത്ത് വന്നു. സൂത്രവാക്യം സിനിമ സെറ്റിൽ ഷൈനിൽ നിന്ന് മോശമായ പെരുമാറ്റമുണ്ടായതായി പരാതിയുമായി യുവനടി അപർണ ജോൺസ് പറയുന്നു. അപർണ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് നമുക്കിപ്പം തത്സമയം ചേരുകയാണ്. അപർണ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപർണ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ എവിടെയാണുള്ളത്? ഞാൻ മെൽബണിലാണ്. ഓക്കെ, അപർണ, ഇത് കൂടാതെ, ഈ സൂത്രവാക്യം കൂടാതെ മറ്റേതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, ഇത് എന്റെ ആദ്യത്തെ മൂവിയാണ്. ഒരു പ്രൊഫഷണൽ ആക്ടിങ്ങിലേക്ക് കടന്നോ അതോ ഒരു താല്പര്യം കൊണ്ട് അഭിനയിച്ചതാണോ? ഇല്ല, ഞാൻ ഇവിടെ വേറൊരു പ്രൊഫഷനിൽ ജോലി ചെയ്യുന്ന ആളാണ്. നല്ല പാഷൻ ഉണ്ടായിരുന്നു സിനിമയിൽ. ഒരു ചാൻസ് കിട്ടിയാൽ നോക്കണം, അഭിനയിക്കാൻ ഇഷ്ടമുണ്ട്, നൃത്തം ചെയ്യും, അങ്ങനെ പാഷൻ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു ചാൻസ് വന്നപ്പോൾ തീർച്ചയായും വന്നതാണ്. അപർണ നാട്ടിൽ എവിടെയാണ്? നാട്ടിൽ തിരുവല്ല. ഓക്കെ, ശരിക്കും ഈ സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ എന്താ സംഭവിച്ചത്? ഇയാളുടെ ലഹരി ഉപയോഗം അപർണയ്ക്ക് ബോധ്യപ്പെട്ടിരുന്നോ? ലഹരി ഉപയോഗിച്ചോ ഇല്ലയോ എന്ന് പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. പക്ഷെ എന്നോട് മാത്രമല്ല, അവിടെ സെറ്റില് മറ്റു സ്ത്രീകളോട് ഞാൻ സാക്ഷിയായിരിക്കേ ഉള്ള പെരുമാറ്റം സെറ്റില് വളരെ മോശമായ രീതിയിൽ അങ്ങേയറ്റം സ്ട്രോങ് ആയിട്ടുള്ള അശ്ലീല ചുവയോടുകൂടിയുള്ള സംസാരങ്ങൾ വളരെ ഡിസ്റ്റർബിംഗ് ആവുന്ന തരത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു തവണയാണോ അതോ ഇത് പിന്നെയും ആവർത്തിച്ചോ? നിങ്ങളത് വാൺ ചെയ്യോ മറ്റോ ചെയ്തോ അയാളെ? ആവർത്തിച്ചുകൊണ്ടിരുന്നു. വാൺ ചെയ്യാൻ നേരിട്ട് ഷൈൻ്റെ അടുത്ത് ഒരു ഇന്ററാക്ഷന് വേണ്ടിയിട്ട് എനിക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട്, അതായത് എന്നെ സംബന്ധിച്ച് ഞാൻ ഒബ്സർവ് ചെയ്യുന്നത് വളരെ അബ്നോർമൽ ആയിട്ട് സംസാരിക്കുകയും പേഴ്സണൽ ബൗണ്ടറീസ് മാനിക്കാതെ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളുടെ അടുത്ത് എങ്ങനെ ലോജിക്കലി ആൻഡ് സെൻസിബിളി ഒരു കാര്യം പറഞ്ഞ് അത് ഇന്ററാക്ട് ചെയ്യണം എന്നുള്ളതിന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷൈനുമായിട്ടുള്ള ഡയറക്റ്റ് ഇന്ററാക്ഷനിൽ ഞാൻ സൈലൻസ് ആണ് പാലിച്ചത്. പക്ഷെ എന്റെ ഡിസ്കംഫോർട്ട് അവിടെ എനിക്ക് കംഫോർട്ട് തോന്നിയ ഒരു സ്ത്രീ മറ്റൊരു റോള് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് സൗജന്യ, അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ അവരതിന് എനിക്കൊരു സൊല്യൂഷൻ അവിടെ ആ സെറ്റിൽ ഉണ്ടാക്കി തന്നിരുന്നു. സൊല്യൂഷൻ അതായത് ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാൻ അഭിനയിക്കാൻ വെച്ചിരുന്ന പിറ്റേന്ന് അടുത്ത ദിവസം ഷൂട്ട് ചെയ്യാൻ വെച്ചിരുന്ന കുറച്ച് സീനുകൾ ഞാൻ ഈ ബുദ്ധിമുട്ട് പറഞ്ഞ് എനിക്ക് തീരെ കംഫർട്ടബിൾ ആവുന്നില്ല, ഞാൻ വളരെ ഡിസ്റ്റർബ് ആണെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ദിവസത്തേക്ക് ഈ സ്കെഡ്യൂൾ മുഴുവൻ മാറ്റി അന്ന് വൈകിട്ട് തന്നെ ഷൂട്ട് ചെയ്ത് എന്നെ അവിടുന്ന് വിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നിരുന്നു. ഈ അപർണ, ഇത് സാധാരണഗതിയിൽ ഡയറക്ടറും പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോളറും ഒക്കെ സെറ്റിൽ ഉണ്ടാകുമല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ഈ പ്രൊഡക്ഷൻ നേരിട്ട് നിയന്ത്രിക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അപ്പോൾ ഈ കൺട്രോളറോടൊക്കെ നമ്മൾ എന്തെങ്കിലും പരാതി പറയാൻ പറ്റിയിരുന്നോ? ഇല്ല, ഞാൻ ഫോർമലായിട്ട് പരാതി പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഫോർമലായിട്ടുള്ള കംപ്ലൈന്റ് അല്ല. എനിക്കിങ്ങനെ ഞാൻ വളരെ അൺകംഫർട്ടബിൾ ആണ്, എന്താ ചെയ്യുന്നത് എന്നുള്ള ഒരു രീതിയിൽ ഞാൻ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മറ്റൊരു സ്ത്രീയുടെ അടുത്താണ് പറഞ്ഞത്. അല്ല, ഇയാളോട് അപർണയ്ക്ക് ഇയാൾ വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇയാളെ വാൺ ചെയ്യാമായിരുന്നില്ലേ അപർണയ്ക്ക്? ഞാൻ ആ ഗ്രൂപ്പ് അല്ല എന്നുള്ളത്. അങ്ങനെ വാൺ ചെയ്താൽ അത് മനസ്സിലാക്കുന്ന ഒരു പെരുമാറ്റമേ അല്ല അവിടെ. നമ്മൾ എങ്ങനെയാണ് ഈ ഷൈൻ്റെ പെരുമാറ്റം ഭയങ്കര അബ്നോർമലാണ്. പറയുന്ന കാര്യങ്ങളും ബോഡി ലാംഗ്വേജിലാണെങ്കിലും തന്നെയും നമ്മൾ സാധാരണ കാണുന്ന ഒരു മനുഷ്യനാണ് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരാളിനോട് എങ്ങനെ എൻഗേജ് ചെയ്യണം, എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു, അത് മാത്രമല്ല, ഞാൻ എന്തെങ്കിലും അവിടെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടായാൽ ഷൈൻ ഒരു ട്രിഗർ ചെയ്ത് അടുത്തായിട്ട് തിരിച്ചെന്താണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു കൺസേൺ ഉണ്ട്. ആ കൺസേൺ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു, ഓക്കെ, അവിടെ നമ്മൾ പറയുമല്ലോ മൗനം വിദ്വാൻ ഭൂഷണം എന്നൊക്കെ പണ്ടുള്ളവർ പറയുമല്ലോ, എന്ന് പറയുന്ന പോലെ ഞാൻ അവിടെ മൗനം പാലിച്ചു. പക്ഷെ അപ്പൊ തന്നെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആ സെറ്റിൽ കുറച്ച് പരിചയമുണ്ട് എന്നറിയാവുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് ഞാൻ പറഞ്ഞു. അവൻ എനിക്കൊരു പരിഹാരം കണ്ടു തരികയും ചെയ്തു. അപർണ ആര് വഴിയാണ് ഈ സിനിമയിൽ എത്തിയത്? അയാൾ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു ആ സമയത്ത്? ഇല്ല, റൈറ്റർ റെജിൻ വഴിയാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ആവുന്നത്. അദ്ദേഹം ആ സെറ്റിൽ ഉണ്ടായിരുന്നില്ല. അപർണ, ഈ പുതിയ സാഹചര്യത്തിൽ ഒരു ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി, ICC എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയൊക്കെ ഇപ്പം സിനിമാ ലൊക്കേഷനിൽ വേണം നിർബന്ധമുണ്ട്. ഇത്തരൊരു കമ്മിറ്റി സൂത്രവാക്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ കമ്മിറ്റിയിൽ പരാതിപ്പെടാനോ മറ്റോ അപർണ ശ്രമിച്ചിരുന്നു, അതോ അപർണ വല്ലാതെ പേടിച്ചു പോയോ? ഇപ്പൊ ഈ വിൻസി അലോഷ്യസ് മുന്നോട്ട് വന്ന ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം സഹപ്രവർത്തക എന്ന് മെൻഷൻ ചെയ്തത് കൊണ്ട്
അവിടെ നടന്ന ചർച്ചകളിലൊക്കെ എന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും എന്നോട് സംസാരിക്കുകയും ഫോർമലായിട്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് വാങ്ങിച്ചിട്ട് അത് ആ ചർച്ചയിൽ യൂസ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് എന്റെ അറിവ്. ഞാൻ ഫുൾ സപ്പോർട്ട് ഞാൻ ഓഫർ ചെയ്തിരുന്നു. വിൻസി മുന്നോട്ട് വന്നപ്പോൾ ഞാൻ ഓഫർ ചെയ്തിരുന്നു എന്റെ സപ്പോർട്ട് ഉണ്ട് എന്ന്. അതല്ലാതെ ഞാനായിട്ട് IC-യില് കംപ്ലൈന്റ്, ഒരു ഫോർമൽ കംപ്ലൈന്റ് ഞാൻ ചെയ്തിട്ടില്ല. അഡ്വക്കേറ്റ് സൗജന്യ വർമ്മ ആണ് ആ സ്ത്രീ, ഞാൻ നേരത്തെ പറഞ്ഞ അവരോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ ഒരു എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. അത് ഫോർമലായിട്ടല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപർണ, പൊതുവേ ഈ ലൊക്കേഷനിലൊക്കെ തന്നെ ഈ നായക നടനായി വരുന്ന ആളുകൾക്കൊക്കെ ഒരു സ്വാധീനമുണ്ട്. അവരുടെ ഡോമിനേഷനൊക്കെ ചിലപ്പോഴുണ്ടാകും. അവർ പറയുന്നിടത്ത് കാര്യങ്ങളൊക്കെ നിൽക്കും. അപ്പോൾ അത്തരമൊരു സാഹചര്യം ഈ സൂത്രവാക്യത്തിൻ്റെ ലൊക്കേഷനിലുണ്ടായിരുന്നോ? എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഷൈൻ ആണോ കൺട്രോൾ ചെയ്തിരുന്നൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിട്ടില്ല. ഈ അപർണ ഇങ്ങനെ ഒരു പരാതി പറഞ്ഞതിന് ശേഷം ഈ സിനിമ ലൊക്കേഷനിൽ നിന്ന് ഇതിൻ്റെ സംവിധായകനോ നിർമ്മാതാവോ അല്ലെങ്കിൽ കൺട്രോളറോ മറ്റോ വിളിച്ചിരുന്നോ? ഇല്ല ഇല്ല ഇല്ല. ഞാന് ഈ പറഞ്ഞ ഈ അഡ്വക്കേറ്റ് സൗജന്യ വർമ്മയോടാണ് സംസാരിച്ചിരുന്നത്. അവര് എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, ഞാൻ ആയിട്ട് പറഞ്ഞിട്ടില്ല. താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ വിൻസി അലോഷ്യസ് ഇപ്പോൾ ഇത് തുറന്നു പറയാൻ കാരണമായത് ഇയാളിൽ നിന്നുള്ള പെരുമാറ്റം അത്ര അസഹ്യമായതുകൊണ്ട് തന്നെയായിരിക്കുമോ? തീർച്ചയായിട്ടും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് പറയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ, എന്റെ പ്രൊഫഷൻ അതായിരുന്നെങ്കിൽ, അവിടെ എന്റെ വർക്ക് പ്ലേസ് സേഫ് ആക്കുക അല്ലെങ്കിൽ കംഫർട്ടബിൾ ആക്കുക എന്നുള്ള ഒരു ദൗത്യം എനിക്കുണ്ട്. അത് ഞാൻ ഇത് പുറത്തോട്ട് പറയുന്നത് മൂലം അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുമെങ്കിൽ, എന്തെങ്കിലും രീതിയിൽ ഇതിനൊരു അവയർനെസ് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ, ഇത് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണോ, രോഗാവസ്ഥയാണോ, അതോ ഇനി അഡിക്ഷൻ കൊണ്ടാണോ, ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്താണെങ്കിലും ആ പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്തിട്ട് അദ്ദേഹം നല്ലൊരു നടനാണ്. ആ നടൻ മലയാള സിനിമയിൽ നിന്ന് നഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അദ്ദേഹം തിരിച്ചു വന്നോട്ടെ, നല്ലതായിട്ട് ഈ പ്രൊഫഷണലായിട്ട് ബിഹേവ് ചെയ്യാൻ പ്രാപ്തനായിട്ട് അദ്ദേഹം തിരിച്ചു വരണമെന്ന് തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ എനിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുവേനെ. അത് തന്നെയാണ് വിൻസിയും ചെയ്യാൻ ശ്രമിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപർണ പറഞ്ഞല്ലോ മൗനം വിദ്വാൻ ഭൂഷണമെന്ന്. ഈ മൗനം വിദ്വാട്ടിയായിരിക്കാൻ കാരണം ഈ ലൊക്കേഷനിൽ ഇനി ഭാവിയിൽ കയറാൻ പറ്റില്ല, അല്ലെങ്കിൽ സിനിമാ സാധ്യതകൾ കുറയും, അങ്ങനെയുള്ള ഭയമൊക്കെ അപർണ അലട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയ പോലെ മെൽബണിൽ കഴിയുന്ന ഒരു മലയാളി എന്ന നിലയിൽ താങ്കൾ അങ്ങനെയൊക്കെ ഭയക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അങ്ങനെ ഭയക്കാത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് കംഫർട്ടബിൾ ആയ ഒരാളുടെ അടുത്ത് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കിവിടെ ഒരു ലൈഫുണ്ട്, ഞാനിവിടെ ഒരു ലൈഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുകൊണ്ട് മുമ്പോട്ട് കരിയറിൽ കൊണ്ടുപോകണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരാളല്ല. പക്ഷെ തീർച്ചയായും പാഷനുണ്ട്. സിനിമയിൽ തുടർന്ന് ചാൻസ് കിട്ടിയാൽ വരണം, അഭിനയിക്കണം എന്നൊരു പാഷന്റെ പുറത്ത് വരുന്ന ആൾക്കാരാണ്. അപ്പൊ എനിക്കങ്ങനെ അതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു ദുരനുഭവം സഹിച്ചിട്ട് അവിടെ കണ്ടിന്യൂ ചെയ്യണം എന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അറിവില്ലായ്മയുണ്ട് എനിക്ക്, ഇതെങ്ങനെയാണ് ഞാൻ പ്രസന്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ നമ്മളൊരു ജോലി സ്ഥലത്ത് ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾക്ക് ഒരു ക്ലാസ് തന്നെയുണ്ട്. എന്താണ് സെക്ഷൽ ഹരാസ്മെന്റ്, എന്താണ് പേഴ്സണൽ ബൗണ്ടറി, ഇതൊക്കെ പഠിപ്പിച്ച് അതിന്റെ അവസാനം ഒരു ടെസ്റ്റ് എഴുതിയിട്ടാണ് നമ്മൾ ഒരു ഓർഗനൈസേഷൻ ചേരുന്നത്. അത് ജൂനിയറോ സീനിയറോ ഒന്നുമില്ല. എത്ര പ്രായമുള്ള ഒരാൾ, വേറെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ വന്നാലും ഈ പ്രോസസ് എല്ലാം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നാട്ടിൽ നിന്ന് കുറെ വർഷങ്ങളായി മാറി നിൽക്കുന്ന എനിക്ക് ഒരു വർക്ക് പ്ലേസിൽ എങ്ങനെ ഇത് മാനേജ് ചെയ്യണം, എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ടും കൂടെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ ഒരാളുടെ അടുത്ത് പറഞ്ഞു. എനിക്ക് അവിടെ ഒരു സൊല്യൂഷൻ കിട്ടി, ഞാൻ ഹാപ്പി ആയിരുന്നു. ആ സെറ്റിലുള്ള ബാക്കി എല്ലാവരും അത്യധികം കംഫർട്ടബിൾ ആക്കി എന്നെ അവിടുന്ന് സന്തോഷമായിട്ട് യാത്രയാക്കി. അപ്പൊ പിന്നീട് ഇനി എന്തെങ്കിലും നിയമ നടപടിയുള്ള ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് അതിന് ലിമിറ്റേഷൻസും ഉണ്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട്. പക്ഷെ ഈ അവസ്ഥ, ഇങ്ങനെ ഒരു അവസ്ഥ ആരായാലും, അത് ഒരു ആൾ കാരണം മാത്രമാണ് ആ സെറ്റിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. അത് ഒരാൾ കാരണം മാത്രമാണെങ്കിലും അത് മാറണം. എല്ലാവർക്കും സേഫ് ആൻഡ് കംഫർട്ടബിൾ ആയ ഒരു ക്രിയേറ്റീവ് സ്പേസിൽ നിന്ന് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. അപർണ, സിനിമയുടെ സൂത്രവാക്യം തേടി നാട്ടിലേക്ക് വണ്ടി കയറുമ്പോഴേ അവരുടെ മനസ്സിലെന്തായിരുന്നു? പുതിയൊരു കരിയർ ബിൽഡ് ചെയ്യുകയാണോ, അതോ ഓസ്ട്രേലിയയിലെ കരിയർ തുടരുമ്പോൾ തന്നെ ഒരു സൈഡ് ബിസിനസ്സായി ഇതിനെ കൊണ്ടുപോവുകയാണോ? രണ്ടും. ഞാനിപ്പോ ചെയ്യുന്ന ജോലി ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. എനിക്കിവിടെ ഒരു ബിസിനസ്സും ഉണ്ട്. പക്ഷെ ഈ പാഷൻ ഫോളോ ചെയ്യാൻ കിട്ടിയ ഒരു അവസരം ഞാൻ ഉപയോഗിച്ചു. ഇനിയും ആ പാഷൻ അങ്ങനെ തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ തുടർന്ന് ചെയ്യും. മെൽബണില് അപർണ എന്താ ജോലി ചെയ്യുന്നത്? ബിസിനസ് ആണോ? ബിസിനസ് ഉണ്ട്. ഞാൻ എന്റർപ്രൈസ് ഡെലിവറി എന്നുള്ളൊരു സെക്ടറിലാണ്, മെയിൻലി ടെക്നോളജി എന്ന് പറയാം, ടെക്നോളജിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിന്റെ തന്നെ ഒരു കൺസൾട്ടൻസിയും ഞാൻ ബിസിനസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. മെൽബണിലെ കോടീശ്വരിയായോ? ആവാനാ ഉദ്ദേശം. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ നാട്ടിൽ ഇറങ്ങി ഒരു സിനിമ സ്വന്തമായിട്ട് നിർമ്മിച്ച് അതിലങ്ങ് നായികയായി കഴിഞ്ഞാലേ പിന്നെ വലിയ പ്രശ്നമില്ല.
നിർമ്മാതാവിനോട് ഇനിയിപ്പോ ഏറ്റുമുട്ടാൻ ആരും വരുന്നില്ലല്ലോ. അതെ, ഇനി അതാണ് പ്ലാൻ. നമ്മൾക്ക് സുരക്ഷിതമായ ഒരു അവസരം ഉണ്ടാക്കി, ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി സിനിമ ഷൂട്ട് ചെയ്യാൻ നമ്മൾ സ്ത്രീകൾ മുന്നോട്ട് വരും. ഓക്കെ, നല്ല കാര്യം. അപർണ നാട്ടിലെവിടെയാണെന്നാ പറഞ്ഞേ? തിരുവല്ല. തിരുവല്ലക്കാരിയാണ് അപർണ. തിരുവല്ലയിൽ നിന്ന് ഉള്ള പെൺകുട്ടി എന്നുള്ളതല്ലേ ഞാൻ പറയുകയാണ്. ഇപ്പോൾ പഴയതുപോലൊന്നുമല്ല, സിനിമയിലും ഇത്തരം ഈ പ്രത്യേകിച്ച് പുതിയ കമ്മിറ്റികളൊക്കെ നിലവിൽ വന്ന സാഹചര്യത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം കുറച്ചുകൂടി ഈ ചേട്ടന്മാർക്ക് പരിമിതികളുണ്ട് സിനിമയിൽ. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നില്ല, സിനിമയിൽ അവർ പറയുന്നതായിരുന്നു നിയമം, ഇപ്പോൾ അവർ പറയാത്ത നിയമം എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അപർണ ധൈര്യമായിട്ട് നാട്ടിലേക്ക് വരൂ. ഈ കരിയറിൽ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഉണ്ടെങ്കിൽ താങ്കൾക്ക് തീർച്ചയായിട്ടും സിനിമയിൽ ഭാവിയുണ്ട്. താങ്കൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ആ കോടീശ്വരിയായി കഴിയുമ്പോൾ നമ്മളെ കൂടി അറിയിക്കണം. കാര്യം നമ്മുടെ പ്രവചനം ഫലിച്ചോ എന്നറിയണമല്ലോ. അറിയിക്കാം, തീർച്ചയായിട്ടും. അതിനുവേണ്ടിയുള്ള അനുഗ്രഹങ്ങളും ആശംസകളും വേണം എനിക്ക്. തീർച്ചയായിട്ടും ഞങ്ങൾ എപ്പോഴും താങ്കളോടൊപ്പം ഉണ്ടാകും. താങ്ക് യു അപർണ ജോൺസ്. തിരുവല്ലയിലെ അപർണ ജോൺസാണ് ഓസ്ട്രേലിയയിൽ മെൽബണിൽ താമസിക്കുന്നത്. അപർണ ജോൺസ് ഇപ്പോൾ ഈ നായക നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇയാളുടെ പെരുമാറ്റത്തിനൊന്നും യാതൊരു തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഇല്ലെന്നാണ് നമുക്ക് ഈ പെൺകുട്ടികളിൽ നിന്ന് മനസ്സിലാകുന്നത്.